എനിക്ക് മധുരം ഇഷ്ടമല്ല. അത് ഇത് എവിടെ കൊണ്ടുപോകും. വയറ് നിറഞ്ഞ് ഈ ആ പെണ്ണുങ്ങള് പോട്ടെ. ആരെങ്കിലും വന്ന് ഇടിച്ചോ ഇതാണ് കേട്ടോ. വേറൊരു കാറും കൂടി വന്നിട്ടുണ്ടല്ലോ. ഇവരെന്താണിത്? നമ്മുടെ വണ്ടീനെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യൂടോ. കഴിഞ്ഞ ദിവസം അവളുടെ ഈ കോമ്പല് ഇളകണുണ്ടായി. ഇവള് എന്നോടൊരു സംശയം പറഞ്ഞു, അമ്മ എന്റെ കാണൂല കേട്ടോ നമ്മുടെ ഫോൺ. അങ്ങനെ ദേ അതിന്റെ മുകളിൽ ഒരാൾ ടയറും പൊക്കി പിടിച്ചോണ്ട് നിൽക്കണല്ലേ, കിട്ടണില്ല. ഞങ്ങളൊന്ന് പല്ല് ഡോക്ടറിന്റെ അടുത്ത് വരെ പോവാണ്. ലച്ചുവിനൊരു റുട്ടീൻ ചെക്കപ്പ് ഉണ്ട് കേട്ടോ. ലച്ചുവിന് ഇങ്ങനെ ഒരു 3-4 മാസം കഴിയുമ്പോ ഒന്ന് പോണം. പിന്നെ ലച്ചുവിന്റെ ഒരു പല്ല് ഇളകണുണ്ട്, അതിന്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊക്കെ ഒന്ന് ചോദിക്കണം. ലച്ചു ആണെങ്കിൽ ഒട്ടും ടെൻഷൻ ഇല്ലാതിരിക്കുക അല്ലേ. അപ്പോ ഞങ്ങൾ ഇന്നൊന്ന് എവിടെയാണ് MG റോഡൊക്കെ ഒന്ന് പോകാന്നൊക്കെ വിചാരിച്ചത്. MG റോഡല്ല, പിന്നെ മേത്തർ ബസാർ എവിടെ ഇരിക്കണ? ഇന്ന് പോകാനാ? അങ്ങനെ അല്ല, രാവിലെ പോകാന്ന് പറഞ്ഞിരിക്കല്ലായിരുന്ന. ചെയ്തിട്ടില്ല, മറക്കുകയാണല്ലോ ചെയ്തിട്ട്. രാവിലെ ചെയ്തതിനോട് എന്ത് പറഞ്ഞാലും ഇല്ല അങ്ങോട്ട് തർക്കിച്ച് അങ്ങോട്ട് എന്താ പറയാ, ഭാഗ്യത്തിന് വീഡിയോ എടുക്കണാണ്ട് തെളിവ് പ്രൂഫ് കൊടുക്കാം. രാവിലെ പോകാനിരുന്നതായിരുന്നു. വേണമെങ്കിൽ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ഇതിലുണ്ടല്ലോ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നോക്കാലോ. ഇത് നമ്മള് പോണത് പീഡിയാട്രിക് ഡെന്റൽ ക്ലിനിക്കിലേക്കാണ്. അടിപൊളി ഡോക്ടറാണ്. എന്റെ ഏത് പേടിത്തൊണ്ട് കൊച്ചുങ്ങളെയും ഡോക്ടർ കയ്യിലെടുത്ത് ശരിയാക്കി കൊടുക്കും. ഓ ലച്ചൂര് എന്ത് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ആ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ തുടങ്ങിയപ്പോ തൊട്ട് പേടിയെല്ലാം മാറി. സെറ്റാണ് ലച്ചു ഇപ്പൊ. അപ്പൊ ഞങ്ങള് ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാട്ടോ. എത്താറായി, കുറച്ചേ ഉള്ളൂ. ഇതാണ് പള്ളി. ഇത് എന്ത് പള്ളിയാണ് ഇതേട്ടാ? മാമംഗലം പള്ളിയോ? ഇതാണ് സെന്റ് മാർട്ടിൻ പള്ളി. ഈ പള്ളിയുടെ ഇപ്പുറത്ത് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നല്ലൊരു ഇതുണ്ട്, ഗാർഡൻ ഉണ്ട്, ചെടിയൊക്കെ മേടിക്കാൻ പറ്റുക. ഞങ്ങള് ഇടക്കിടക്ക് പണ്ട് ചെടിയൊന്നും വാങ്ങിയില്ലെങ്കിൽ കൂടി ഇതുണ്ടല്ലേ വെറുതെ വരും. അവിടെ എന്തൊക്കെ ചെടി ഉണ്ടെന്നൊക്കെ വാങ്ങില്ല. എന്ത് ട്യൂഷനാ? ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യുമായിരുന്ന. ഞാനതൊക്കെ നോക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. ഇവിടെ വെള്ളക്കെട്ട അത്ര ചെയ്തേട്ടാ. ഞാനിവിടെ സ്കൂളിലേക്ക് വിളിക്കാൻ പോയില്ലേ, അപ്പൊ അവിടെ മഴയില്ല. പക്ഷെ തിരിച്ചു വരുന്ന നമ്മുടെ ഇവിടെ മഴ അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പൊ ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ പല്ല് ഡോക്ടറിന്റെ ഈ ആ പെണ്ണുങ്ങള് പോട്ടെ. ആരെങ്കിലും വന്ന് ഇടിച്ചോ എന്ന് പറഞ്ഞു. ഇതാണ് കേട്ടോ സൗത്ത് ജനത റോഡ്. ഈ റോഡ് കേറുമ്പോഴാണ് നമ്മുടെ ഡോക്ടറിന്റെ ക്ലിനിക്ക്. ബാല്യ ക്ലിനിക് എന്നാ പേര്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ അല്ലേ ഇത് കേട്ടാ. ഇങ്ങനത്തെ ഡോക്ടറേന്ന് ആർക്കും കിട്ടൂല. കണ്ടില്ലേ, ബാല്യ പീഡിയാട്രിക് എന്നുണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിനെയും പിള്ളേരെയും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ക്ലിനിക്കിലേക്കുള്ള വഴി. ഇവിടെ നിന്നാണല്ലോ ഇൻസ്റ്റാമാർട്ട് അല്ലെ. നമ്മുടെ അവിടെ ഉണ്ടല്ലോ മറ്റേ വേറൊരു കാറും കൂടി വന്നിട്ടുണ്ടല്ലോ. ഇവരെന്താണിത്? നമ്മുടെ വണ്ടീനെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്യൂടോ. ഇതാണ് കേട്ടോ ബാല്യ. അപ്പൊ ഇവിടെ ഇപ്പൊ ചെയ്തല്ലോ വണ്ടി ഇവിടെ ഇടാൻ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പാടെ പേടിയായിട്ട് പാടില്ല. ലച്ചുവിന് പേടിയുണ്ടാ? ഇല്ലേ? ഹാപ്പിയാണോ? ഈശ്വരമാ. എന്റെ ദൈവമേ, ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കണായിരുന്നിട്ടാ. കാരണം കഴിഞ്ഞ ദിവസം അവളുടെ ഈ കോമ്പല് ഇളകണുണ്ടായി. ഇവള് എന്നോടൊരു സംശയം പറഞ്ഞു, അമ്മ എന്റെ അത് പെർമനന്റ് ടീത്ത് എങ്ങാനും ആണാ? പോലീസ് എന്തെങ്കിലും പറയോ? പെർമനന്റ് ടീത്ത് എന്തെങ്കിലും ആണാ ഇളകണത് എന്ന്.
എനിക്ക് നല്ല മോനെ, എന്റെ വിചാരം അവളുടെ എല്ലാ പല്ലും പോയി, ഇനി ഒന്നും പോവാനില്ല, ഞങ്ങൾ ഏതൊരു അണപ്പല്ല് ഇത് ലാസ്റ്റ് ആണെന്നും പറഞ്ഞ്. ഇത് പറഞ്ഞപ്പോ എന്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായി. കാരണം കുട്ടികളുടെ പല്ല്, ലച്ചുവിന്റെ പല്ലാണെങ്കിൽ എന്താ പറയാ, പ്ലേ സ്കൂൾ തൊട്ട് ഞങ്ങള് ഡെന്റൽ ഡോക്ടറെ കണ്ടോണ്ടിരിക്കുക. അത്രയും ഞങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ലച്ചു അതുപോലെ തന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്തപ്പോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇല്ല, അത് പേടിക്കണ്ട, അത് ഈ ഒരു സമയത്ത്, അതായത് 12 years ഒക്കെ ആവുമ്പോ ആ ഒരു ഏജിലാണ് ആ പല്ല് പോകുക എന്നുള്ളത്. അപ്പൊ പിന്നെ പല്ലൊക്കെ ഒന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് എന്തെങ്കിലും വല്ല ഹോൾസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, കാരണം മിക്ക പല്ലും അടച്ചൊക്കെ വെച്ചേക്കാണ്. അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോണത് എങ്ങടാന്നറിയോ? അലങ്കാർ പറയലച്ചു. എന്ത് സാധനമാണ് ഇത്? അത് നല്ല ഐഡിയ. എല്ലാം നമുക്ക് നടന്നു പോടാ പതുക്കെ. അപ്പൊ നാളെ ലച്ചുവിന്റെ ആനുവൽ ഡേ ആണ്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാണ്ട്. അപ്പൊ അലങ്കാറിലാണ് നമ്മുടെ സ്ഥിരം സ്ഥലം. അപ്പൊ അവിടെ പോണം. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ കാറൊന്നും ഉണ്ടാവില്ല, ഭയങ്കര തിരക്കായിരിക്കും ദേവങ്ങളങ്ങനെ. അങ്ങനെ ലച്ചു ബ്രഷിങ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോണോട്ടാ, അമ്മയ്ക്ക് അതാ പറയാനുള്ളത്. എന്നെ കൊണ്ടുപോവോ? ആടാ, ഏതിലാണ്? കോമഡി അല്ല, ഏതിലാ? ഹോട്ട്സ്റ്റാറിലാണോ? ഓ, C5. ഓക്കെ ഓക്കെ, നമുക്ക് കാണാട്ടോ. അത് വൺ ബ്ലോക്കാണ്. കാക്കതൂരിത് ഇതുവരെ ചെറുപ്പം കഴുകിയിട്ടില്ല, അത് കണ്ട. അപ്പൊ ഇനി അലങ്കാരി ചെന്നിട്ട് പക്കല കാണൂല ഇതോട്ട് നമ്മുടെ ഫോൺ. അങ്ങനെ ഇതേ അതിന്റെ മുകളിൽ ഒരാൾ ടയറും പൊക്കി പിടിച്ചോണ്ട് നിക്കണല്ലേ, കിട്ടണില്ല, ക്ലാരിറ്റി ഉണ്ടാവൂലടാ. ആ, കൊറച്ച് കാണാം. MRF കാണാൻ പറ്റുന്നുണ്ടാ? ഈ പണിയണൊക്കെ പുതിയതാണല്ലേ? ഇതേപോലത്തെ ഒരു തൂണ് ഇതിലേ കൂടി പോകും ആണല്ലേ? ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടില്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിന്റെ എന്താണ് ഇവിടെ ഇങ്ങനെ ഷെയ്ഡായിരിക്കും, മൊത്തം സ്ഥലം ഷെയ്ഡായിരിക്കുമല്ലേ. ഇനി ഇവിടെ ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് മാറില്ല സേതുവേട്ടാ. ഓ, അടിപൊളിയാ. ഇനിയിപ്പോ ഫുൾ ഷെയ്ഡ് ആവുമ്പോ മഴയൊക്കെ വരുമ്പോ അല്ലേ, എന്തായാലും ഓരോ മാറ്റങ്ങൾ. ഇതേ മെട്രോ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇത് എന്ന് പണി തീരാനാന്ന്, പക്ഷെ പണിയൊക്കെ ഇതാന്ന് പറയുമ്പോഴത്തേക്കും തീരും. ആദ്യം മെട്രോ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു അയ്യോ ഇതൊക്കെ എന്ന് തീരാനാ. അപ്പോഴും എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ചെയ്തിട്ട് ഇതും ആവണത്. അതിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇത് എങ്ങോട്ട് പോണ മെട്രോ? കാക്കനാട്. അപ്പൊ ഇനി കാക്കനാടൊക്കെ പോകുമ്പോ സുഖമല്ല, നമുക്ക് തിരിച്ചു വീട്ടിലൊക്കെ പോവാലോ. അങ്ങനെ കൊറേയൊക്കെ ഉണ്ടല്ലേ. ഒരുപാട് ഇതുണ്ട്. മെട്രോന്റെ ഫുൾ പണിയാണ്, കാരണം വേഗം തീർക്കും. 24 മണിക്കൂറും പണിയല്ലേ. ആകെ മാറിപ്പോവൂലേ ഇനി ഈ സ്ഥലമൊക്കെ? ഒരു ഓർമ്മകളായി പോവൂലേ? അങ്ങനെയാണ് ഇപ്പൊ എല്ലായിടവും മാറി മാറി മാറി. സ്ഥലങ്ങളൊന്നും പണ്ടത്തെ അല്ല, മാറ്റം ഒരുപാട്. നാളത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊക്കെ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ മണ്ണില കളി നടന്നാലോ? അച്ഛനെ കാണാനില്ല. അച്ഛൻ വരാനുണ്ട്. ഞങ്ങളങ്ങനെ സ്കൂളിലെത്തി. ലച്ചു മേക്കപ്പ് ഇടാൻ പോയേക്ക. ഒരു 7 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അറിയില്ല, ചെറിയൊരു മഴക്കാറ് പോലെയൊക്കെ ഉണ്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടെ ഒരുങ്ങാൻ പോയേക്ക. ഇനി ഡ്രസ്സ് ചെയ്യാനും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം കാണാട്ടോ. ഇല്ല, കുട്ടികളൊക്കെ എനിക്കോട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയേക്കാണെന്ന് തോന്നുന്നു. കുറെ നേരം പിടിച്ചാ ഞാൻ നിന്ന് നോക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടാ, പൊട്ട് കാണാൻ നല്ല രസം. മൂക്കുത്തി എങ്ങനെ വെച്ചേക്കണേ? ആണാ? നിക്ക്
കണ്ടാലേ നല്ല വീഡിയോയിലാണ് നന്നായിട്ട് കാണുന്നത്. ഇതാണ് ലച്ചുവിന്റെ ഫൈനൽ ലുക്ക്. ബാഹിമേ delivering a biography. ഓ വിശന്നിട്ട് പറ്റണില്ല. 7 മണിക്ക് വീട്ടിൽ നിന്ന് പോയതാ. ഇവർക്ക് ലച്ചുവിന്റെ ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞ് ലച്ചുവിനൊക്കെ പഴംപൊരി എന്തൊക്കെയോ കൊടുത്തു. ഞങ്ങൾക്കൊന്നും തന്നില്ല. പാരന്റ്സിനൊന്നുമില്ലെന്നാ പറയണത്. എന്ത് ചെയ്തിട്ടൻ വേഗം വന്ന് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി എന്നുണ്ട്. ചെയ്തിട്ടൻ വേഗം ഇറങ്ങിയില്ല. കറണ്ട് പോയി. പിന്നെ ഞാൻ വിചാരിച്ച് പരിപാടി ഇപ്പൊ കഴിയും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുളിച്ച് നിന്നോ. വന്ന് ഒരു 11 മണിയാകുമ്പോ എനിക്ക് വീട്ടിലെത്തിയ ബാക്കി വർക്കം കൊണ്ട് ചെയ്ത് അങ്ങനെ തീരുവല്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഇതെന്ത് പരിപാടിയാണിത്? ആര് പറഞ്ഞു? ഞാൻ എന്നിട്ട് പറയണ പുള്ളിക്കാരനെ വിളിക്കട്ടെ കേട്ടാ. അപ്പൊ അത് എത്തിക്കഴിഞ്ഞു. എന്നിട്ട് പറയണേ ഇത് ഇത്ര നേരം പിടിക്കും, എന്നാ ഞാൻ പോട്ടെ, ഇനി പരിപാടി തുടങ്ങാറാണ്. നീ ഞങ്ങളെ കണ്ട? ഞാൻ കൈയൊക്കെ പൊക്കിയാണ്. ഞാനും കൈ പൊക്കണ്ട്. ഇവള് നമ്മളെ കണ്ടില്ലെന്ന്. ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞ്. വിശന്നിട്ട് പാടില്ല. 2 മണി കഴിഞ്ഞ അത്ര ആയിട്ടുള്ള മന്തി കഴിക്കാൻ പോകണം. അതല്ല ചെയ്തിട്ട് എന്താണ് ഒരു ചപ്പാത്തി രാവിലെ 6:30 ഒരു ചപ്പാത്തി ഒരു ചായയും കുടിച്ചിട്ടാ പോയത്. വേറെ ഒന്നും. ഒരു കുട്ടിയുടെ അമ്മയുടെ ഒരു കേക്ക് വാങ്ങി കഴിഞ്ഞ ബ്ലോഗില് പറഞ്ഞു ഞങ്ങള് പ്യാല് മാത്രം കുടിച്ചിട്ടാണ് ഓഫ്. അതന്ന് അന്ന് ചെയ്തേണ്ടപ്പോലെ അന്ന് അച്ഛന്റെ അമ്മയുടെ പോലെ നിന്നേച്ചത്. അവര് ഇപ്പൊ ലൈറ്റ് ആയിട്ട് കഴിക്കും. ചെയ്തേണ്ടപ്പോ ഞാൻ എന്ന് കൂടിയോ അന്ന് മൊത്തം ഞാൻ ആർത്തിപ്പണ്ടാറൊക്കെ ആർത്തി പിടിച്ചു എനിക്ക്. എന്നാ തിന്നാതിരിക്കും. ഞാൻ ഇതിനെ വെറുതെ എന്നെ ചീത്ത പറയണത് തിന്നിട്ട്. അതല്ല സേതേട്ടൻ പണ്ട് കല്യാണം കഴിഞ്ഞിടക്ക് പരിപാടിക്ക് ഹോട്ടലിലൊക്കെ പോകുമ്പോ ഭയങ്കര ദേഷ്യവും പരാതി. ഒന്നും തിന്നൂല. ഒരു സാധനം മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. തിന്നൂല എന്നൊക്കെ പറഞ്ഞ പരാതിയാണല്ലോ. ഇപ്പൊ തിന്നാൻ തുടങ്ങിയപ്പോ എവിടെയും കൊണ്ടുപോകണം. എന്തൊരു ദേഷ്യം വരുന്നറിയോ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അത് കൊറേ ഓർഡർ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞു വയറും ഉണ്ടായി. എങ്ങനെ ലച്ചുവിനെ പ്രഗ്നന്റ് ഒട്ടും വിശപ്പില്ലായിരുന്നു. എന്നിട്ട് എന്നെ ചീത്തായിരുന്നു. ഇത് തിന്നണില്ല ഫുള്ള് കഴിക്കണ്ട. ഇപ്പൊ അതേ കഴിക്കാറില്ല. അങ്ങനെ എനിക്കിന്ന് സത്യമായിട്ട് വയറൊക്കെ കിടന്ന. ഒരു കുട്ടിയുടെ അമ്മ കേക്ക് തന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇവർക്ക് പഴംപൊരിയൊക്കെ കൊടുത്ത് ഇവളാണെങ്കിൽ മതിയാക്കിയുമില്ല പഴംപൊരി. എല്ലാ കുട്ടികളും അത്ര വിശന്നില്ല കൊച്ചിന്. പാവം. നന്നായി. അല്ല പോണ്ടേ? അത് നിനക്ക് കിട്ടിയില്ലെന്ന്. നമ്മളെവിടെ പോണത് അത് പറഞ്ഞില്ല. ഞങ്ങള് കുഴിമന്തി കഴിക്കാൻ പോകും. എന്തായാലും ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞില്ലേ. വിശന്നിട്ട് പറ്റണില്ല. അപ്പൊ കുബാബെ പോകാന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അൾഡ്രീമിൽ പോകാ, കുബാബെ പോകാ, അങ്ങനെ 2 ഓപ്ഷൻ ആയിരുന്നു. അപ്പൊ ഇപ്പൊ കുബാബെ ആക്കിയിട്ടുണ്ട്. ചെയ്തിട്ട് എനിക്ക് ഇങ്ങനത്തെ പീസ് മേടിച്ചു തരണം കേട്ടാ. ടൈപ്പ് പീസ്. എനിക്കല്ലാതെ മറ്റേ വലിയ പീസൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഇഷ്ടമല്ല. അതിന് ഒക്കെ കൊടുക്കൂല ഞാൻ. അച്ഛന് വിശക്കണില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലല്ല, ഇനി വീട്ടിൽ ചെന്നിട്ട് അച്ഛന്റെ എന്തോ സീല് കാണാനില്ല. അത് തപ്പി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് തന്നിട്ടില്ല എടുത്തു വെക്കാൻ. അപ്പൊ എന്നാലും ഞാൻ നോക്കി കൊടുക്കാം. വിശന്ന് മതിയായി എന്ന് പറയാല. കൊടുത്ത് എനിക്ക് വിശക്കണ്ട. ചെയ്ത വിശക്കണ്ട. പ്ലേറ്റ് കാണിക്കണം. ഇവിടെ എന്തോ വേറൊരു പുളിയിഞ്ചി പോലത്തെ സാധനം. ഒരാളാണെങ്കിൽ കുറുമ്പി എന്താണ് എനിക്ക് കിട്ടണമില്ലേ. ഒരു പീസ് ചിക്കൻ കൂടെ പറയണോ? ഇത് ചെയ്തെന്തേലും കൊടുക്കണം അവൾക്ക്.
പറ്റൂല എന്റെ വരൂലേ. വീട്ടില് ഞാൻ സെർവ് ചെയ്യും, ഹോട്ടലിൽ അച്ഛൻ സെർവ് ചെയ്യും. എടുക്കാം, അപ്പൊ ഞാനില്ല ചൂട് എടുത്തോളാം. എടുത്തോട്ടാ. ചെയ്തനുണ്ടല്ലോ ചെയ്തനം കഴിക്കാൻ പറയും എല്ലാ അച്ഛനും കഴിച്ചോക്കെ. അച്ഛന്റെ വായി കൂടെ വെള്ളം വീഴുന്നുണ്ടോ? അത് ഇത് മൈനൈസ് മോനെ ഇതിന് എടുത്തോടാ കൂട്ടാ. ലച്ചു ചിക്കൻ അധികം കഴിക്കൂല, അതാണ് നമ്മള് വേറെ പറയാം. എങ്ങനെയുണ്ട്? ലച്ചുവിന് ഇഷ്ടപ്പെട്ട? പാലിറ്റില്ല. ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇത് കിട്ടും. നമ്മളല്ലെങ്കിൽ സ്പെഷ്യലൊക്കെ പറഞ്ഞ് ഭയങ്കര എരിവൊക്കെ. സത്യം. ഇത് കഴിക്കാൻ അന്ന് രേഖ പറഞ്ഞത്. ഇതാണ് അവള് പറഞ്ഞത്. പിന്നെ ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ്. നല്ല ഫ്ലേവർ അല്ലേ? എനിക്ക് അന്ന് വന്നപ്പോ എനിക്ക് ഇത്രയും ഫ്ലേവർ കിട്ടിയില്ല. അത് വേറെ മന്തിയായിരുന്നു. അത് എന്തോ സ്പെഷ്യൽ മസാല അങ്ങനെ എന്താണ്ട്. മധുരം എനിക്ക് മധുരം ഇഷ്ടമല്ല. ഏതൊരു സമയത്ത് ഇവിടെ ഒന്ന് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അൽഡ്രീമില്. പക്ഷെ ഇന്ന് കഴിച്ചപ്പോഴത്തേക്ക് നല്ല ഫ്ലേവർ ഉണ്ടായി. ചിക്കനും കുഴപ്പമില്ല. അന്ന് വന്നപ്പോ വേറെ ഏതൊക്കെയോ ചിക്കനൊക്കെ പറഞ്ഞു, പക്ഷെ ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെ സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈനാപ്പിളൊക്കെ ഇട്ടിട്ട് ഒരു മധുരമൊക്കെ ഒരു സാലഡാ. പിന്നെ സോസ് തക്കാളിയുടെ ഒരു ഇതുണ്ട്. പിന്നെ എന്താ ഒരു മധുരമുള്ള മധുരവും എരിവും കൂടെ മിക്സ് ചെയ്യുന്നൊരു കണ്ടായിരിക്കും ചോറ്. എനിക്ക് അതത്ര ഇഷ്ടമല്ല. ശർക്കരയുടെ ഒക്കെ ടേസ്റ്റ് ചെയ്തോണ്ട് എന്താ. അപ്പൊ ഞങ്ങളിതെല്ലാം കഴിച്ചു. ഇനി പോയി ബില്ലൊക്കെ കൊടുക്കട്ടെ. നമ്മളിനി താഴത്തേക്ക് പോവുക, നമ്മുടെ പാർക്കിങ്ങിന്റെ അങ്ങോട്ട്. അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി മന്തിയായിരുന്നു. വയറ് നിറഞ്ഞ്. അങ്ങോട്ട് പോകുമ്പോ വിശന്ന് കണ്ണു കാണാതെയാണ് പോയതെങ്കിൽ ഞാനൊരു കാര്യം പറയണല്ലായിരുന്ന. രണ്ടാമത്തെ ടീ കട കട്ട്ലറ്റ് ഉണ്ട്. മരോട്ടിച്ചൂട്. അതായത് അങ്ങോട്ട് പോയപ്പോ ഞങ്ങൾ വിശന്ന് കണ്ണ് കാണാതെയാണ് പോയെങ്കിൽ തിരിച്ചു വന്നിട്ട് വയറ് നിറഞ്ഞ് പൊട്ടാറായ പോലെയാണ് തിരിച്ചു വരുന്നത്. അടിപൊളിയായിരുന്നു മന്തി. ലച്ചുവിന് റൈസ് മതി. ചിക്കൻ ആകെ ഒരു ഇത്തിരി എന്തോ കഴിച്ചതാണ് എക്സ്ട്രാ ചിക്കൻ പറയാനുള്ളത്. ഇല്ലല്ല, നമ്മള് മന്തി കഴിച്ചിട്ട് 502 രൂപയാണ് ഇട്ടായത്. പെപ്സിയും കൂടി ആയിട്ട് അതില് ആയിട്ടുണ്ട്. ചെയ്തന്നെ ഇഷ്ടപ്പെട്ട? നല്ല 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 ആംബിയൻസ് അവിടെ വന്നിരുന്ന് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ വർത്താനം പറയാൻ ഇപ്പൊ ആരും ഇല്ല. വെറുതെ മന്തി കഴിച്ചിട്ട് പോകുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു? കുബാബെ പോയിട്ട് അല്ല, സാലഡ് ആണോ, ചിക്കൻ ആണോ, റൈസ് ആണോ, മൈനൈസ് ആണോ? ചെയ്തെന്ന ചിക്കൻ റൈസ് എല്ലാം അടിപൊളിയായിരുന്നു. സ്റ്റാർ മേടിക്കണോ? അല്ലേടി സ്റ്റാർ വാങ്ങണോ ഇപ്രാവശ്യം? സ്റ്റാറിന് ഒരു 400 രൂപ. എത്ര രൂപ സ്റ്റാറിന് അറിയില്ല. 100-300 രൂപയൊക്കെ വരുമായിരിക്കും. നമ്മുടെ സ്റ്റാർ കുഴപ്പമില്ലെങ്കിൽ ഇപ്രാവശ്യം അത് ഇടാ. നിന്റെ ഇഷ്ടത്തിനല്ലേ സിൽവർ കളർ ഒന്നും പറഞ്ഞ് ചാടി എടുത്തതല്ലേ?
അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ബൈ Bye. ബൈ ലച്ചു, ബൈ.